എഴുതുവോ? ചെറുതായിട്ട് ഞാൻ കോഡ്സ് ഒക്കെ ഇങ്ങനെ എഴുതാറുണ്ട്. അതുണ്ട്. ഏറ്റവും അവസാനം എഴുതിയ കോട്ട് നിലയ്ക്കാത്ത മിടിപ്പ് നീളുവളം കാത്തിരിക്കുന്നത് എന്തെല്ലാമോ. അതായത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പലതുമാണ്. ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസം എന്തൊക്കെ നമ്മളെ കാത്തിരിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ചിലപ്പോൾ ഇന്നത്തെ അടുത്ത സെക്കൻഡിൽ നമ്മൾ എന്താണ് കാത്തിരിക്കുന്നത്, നമ്മളെ എന്താണ് കാത്തിരിക്കുന്നത് നമുക്ക് അറിയണമെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് എത്തണം. അപ്പൊ നമ്മുടെ മിടിപ്പ് നിലയ്ക്കാത്തടത്തോളം കാലം പലതുമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നലെ എഴുതിയ കോട്ട് എന്തായിരുന്നു? ഇന്നലെ അങ്ങനെ പ്രത്യേകിച്ചില്ല. ഞാൻ പിന്നെ അതിന് മുന്നേ എഴുതിയത് കെട്ടിയ വാച്ചിലെ സമയം നോക്കാൻ പോലും സമയമില്ലാത്ത എത്രയോ മനുഷ്യർ. നമ്മളെല്ലാവരും ബ്രാൻഡഡ് വാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. പല ബ്രാൻഡഡ് വാച്ചസ്, വില കൂടിയ വാച്ചുകൾ യൂസ് ചെയ്യുന്നു, വില കുറഞ്ഞ വാച്ചുകൾ യൂസ് ചെയ്യുന്നു. എല്ലാത്തിലും നമ്മൾ കാണുന്നത് ഒരേ സമയമാണ്. പക്ഷെ ആ സമയം നോക്കാൻ എല്ലാ വാച്ചിലും ഒരേ സമയമല്ല. എന്റെ വാച്ചിൽ വേറെ സമയമാണ്. എനിക്ക് ഇന്നലെ എന്റെ വാച്ചിൽ ഒരു 7 മിനിറ്റ് കൂടുതലായി. എന്റെ വാച്ച് 2 മിനിറ്റ് സ്ലോ ആണ്. പക്ഷെ കാര്യം അതല്ല. അതെന്താ വെച്ചാൽ ഇതിന് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കയ്യിലുള്ള വാച്ചിലെ സമയം നോക്കാൻ നമുക്ക് സമയം ഉണ്ടാവാറുണ്ടോ? പിന്നെ ഉണ്ട്. ഞാൻ ഷൂട്ടിന്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് നോക്കാറുണ്ട്. ആ കോട്ട് കൊള്ളത്തില്ല. എനിക്ക് എന്താണെന്നറിയോ, ഞാൻ മൊബൈൽ ഫോണിലാണ് സമയം നോക്കുന്നത്. അതുകൊണ്ട് അത് കറക്റ്റാ, എന്റെ കാര്യത്തിൽ കറക്റ്റാ. കാപ്പി കുടിക്കുന്ന ലഞ്ച് കഴിക്കുന്ന എപ്പോഴാണെന്ന് നോക്കണമല്ലോ നമ്മള്. അതെ, ചില ആളുകളുടെ ജീവിതത്തിൽ ശരികളാകുമ്പോ അങ്ങനെ പറയണം, ചില എന്ന് ചേർക്കണം. മനസ്സിലായി? ഓരോ തെറ്റുകളും ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പൊ ഇവിടുന്ന് എനിക്ക് ആ ഒരു തെറ്റ് മറക്കാൻ കിട്ടിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ നാളെ എനിക്കത് എഴുതുമ്പോ അതെനിക്ക് ചിന്തിക്കാം. അടിപൊളി, കൊള്ളാം. നമുക്ക് ആ ചിലയിലാണ് സാഹിത്യപരമായി നമ്മുടെ ദ നെക്സ്റ്റ് ടോപ്പ് ആങ്കറിന് ഒരു ഇൻട്രോ എടുക്കാൻ പറ്റുമോ? ഹലോ എവരിവൺ, വെൽക്കം ടു മഴവിൽ മനോരമാസ് ന്യൂ പ്രോഗ്രാം ദ നെക്സ്റ്റ് ടോപ്പ് ആങ്കർ. ഉറങ്ങിക്കിടക്കുന്ന ജനങ്ങളെ, ഉറങ്ങിക്കിടക്കുന്ന ഒരു സദസ്സിനെ ഉണർത്തിയെടുക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുമെങ്കിൽ ആ വ്യക്തിയുടെ മനോധൈര്യവും ആ വ്യക്തിയുടെ വാക്കുകളിൽ വരുന്ന ആ ഒരു അലങ്കാരവും ധൈര്യവും നമ്മൾ സമ്മതിക്കണം, അല്ലേ? ഉറങ്ങിക്കിടക്കുന്ന 1000 സദസ്സിനെ 10,000കണക്കിന് ജനങ്ങൾ എല്ലാവരും നോക്കുന്നത് ഒരൊറ്റ മുഖത്തിലോട്ടാവും, ഒരൊറ്റ സംസാരത്തിലോട്ടാവും. അയാളുടെ ആ സംസാരത്തിൽ നമ്മൾ കേൾക്കുന്ന ആ വാചകങ്ങളിൽ നമ്മളെ എല്ലാവരും സങ്കടങ്ങളും സന്തോഷങ്ങളും നമ്മളെല്ലാവരും ആർത്ത് വിളിച്ചു പോകും. ചിലപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര സങ്കടത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് വന്നവരാകും, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നവരാകും. നമുക്ക് ഓഫീസ് സ്ട്രെസ്സുകൾ, കാര്യങ്ങൾ പലതും നമുക്കുണ്ടാവും. പക്ഷെ നമ്മൾ വന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്റ്റേജിൽ ഒരു ആങ്കർ നമ്മൾ കാണുന്നു. അയാൾ എന്തൊക്കെയോ പറയുന്നു, പക്ഷെ അയാൾ പറയുന്ന വാചകങ്ങളിൽ, അയാൾ പറയുന്ന വാക്കുകളിൽ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ മറക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ആങ്കർ, അതായത് നമ്മുടെ മുന്നിൽ ആ സ്റ്റേജിൽ നിൽക്കുന്ന അത്രയും ജനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ആങ്കർ, അയാളെ നമ്മൾ സമ്മതിക്കണ്ടേ? ലക്ഷ്യം പേരിൽ ഒരാൾക്ക് മാത്രം അങ്ങനത്തെ ഒരു കഴിവ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എങ്കിൽ അതൊരു സത്യമാണ്. കാരണം എല്ലാവരും സംസാരിക്കും, നമ്മൾ തന്നെ നമ്മളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നല്ലോണം സംസാരിക്കും. പക്ഷെ അതേ ആളെ പിടിച്ചിട്ട് ഒരു 100 ആളെ മുന്നിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കോ? വിറയ്ക്കും, കിടുകിടാ വിറയ്ക്കും. കാരണം എന്താ? നമുക്ക് നമ്മളെ തന്നെ സംശയമാണ്. അപ്പൊ അങ്ങനെ സംശയമില്ലാത്ത കുറച്ച് പേരെ നമ്മുടെ ഈ കൂട്ടത്തിൽ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ഈ പ്രോഗ്രാമിന്റെ ഇൻട്രോ പറയാൻ പറഞ്ഞിട്ട് ഇതുവരെയും ഡെഫിനിഷനിനകത്ത് കിടന്ന് കളിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ ചാടിവിളയായിട്ട് ഇപ്പൊ വരും. നോക്കുമ്പോ അതിൽ നിന്ന് മറ്റേ നേരത്തെ പ്രാക്ടീസ് ചെയ്ത അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയിൽ പോയി, പിന്നെ അതുവഴി പോയി. ആങ്കറിൽ നിന്ന് പിന്നെ നമ്മൾ പ്രസംഗം പോലായി. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഓഡിയൻസ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവസാനം ഓഡിയൻസ് കപ്പലണ്ടിയൊക്കെ തിന്ന് പോകണം. ഞാൻ കുറച്ച് മുമ്പോട്ട് ഇങ്ങനെ ഇരുന്നു ഇത് കേൾക്കാൻ വേണ്ടി. ഭയങ്കര തുടക്കത്തിൽ ഒരു എനർജി ഉണ്ടായിരുന്നു. അല്ല, എന്താ ശരി, ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ തുടങ്ങിയപ്പോ അങ്ങനെ അത്ര സമയമില്ല, അത്ര ടൈമില്ല. 1 മണിക്കൂർ പരിപാടിയാണ്. ഓക്കെ.